ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസോർട്ടുകളിലൊന്നായ ഫ്രാഗ്രൻറ്റ് നേച്ചറാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പരവൂരിൽ നെടുങ്ങോലം എന്ന് പറയുന്ന സ്ഥലത്താണ്. മാലാക്കായലിൻ്റെയൊക്കെ മനോഹരമായ തീരത്താണ് ഈ ഒരു റിസോർട്ടുള്ളത്. നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചത് അടുത്തിടയ്ക്കാണ്. ഈ ഒരു വർഷം പെട്ടെന്ന് ഓടിപ്പോയി. ഇപ്പോൾ നവംബർ വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത ന്യൂ ഇയർ ആകുമ്പോൾ അടുത്ത ഡിസംബർ ആവുന്നു, ക്രിസ്മസ് വരുന്നു, ന്യൂ ഇയർ വരുന്നു. അങ്ങനെ പലവിധ ആഘോഷങ്ങൾ വരാനുള്ള മാസത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ വെച്ചിരുന്നൊരു ഫംഗ്ഷൻ നടക്കുന്നത് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്മസിൻ്റെ മുന്നോടിയായിട്ട് അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ്, നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിന്നിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ വിശേഷം എന്താണെന്ന് അറിയണ്ടേ? അതിനു മുമ്പ് ഞാനൊരു ആ ഒരു മൂഡിലേക്ക് പോകാനായിട്ട് ഒരു മ്യൂസിക് ഇടാം. ആ മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്തേ. അതല്ലടേ, ഞാൻ ഇവിടത്തേക്ക് എടുത്തു വെച്ചൊരു മ്യൂസിക് ഉണ്ടല്ലോ, അതിട്ടാണ്. ആ കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഈ മൂഡ് മനസ്സിലായി കാണുമല്ലോ ഇവിടെ എന്താ നടക്കുന്നതെന്ന്. നമുക്ക് വരെ റെസ്റ്റോറൻറ്റിലോട്ട് പോവാം. എന്താണ് പരിപാടിയെന്ന് കാണാം. വരൂ. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിശേഷപ്പെട്ട ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 100 കിലോളം വരുന്ന കേക്കിൻ്റെ മിക്സിംഗ് ആണ് നടക്കുന്നത്. കുട്ടികളും അധ്യാപകരും സ്റ്റാഫുകളും എല്ലാം കൂടെ ചേർന്ന്, ഷെഫും എല്ലാം കൂടെ ചേർന്നിട്ടാണ് മിക്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് വീണ്ടും പോകാം. ഇവിടെ എനിക്ക് തോന്നുന്നത് 2 അംഗൻവാടിയിൽ നിന്നാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ള ഫാമിലിയും കുട്ടികളെല്ലാം വന്നിട്ടുള്ളത്. വളരെ സന്തോഷം. നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഒക്കേഷനിലൂടെ വന്നതിന് വളരെ സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ഐ വുഡ് ലൈക്ക് ടു താങ്ക് അവർ ബിലവഡ് ഗെസ്റ്റ് ഹു ആർ കം ആൻഡ് ജോയിൻ വിത്ത് ഫോർ ദിസ് സ്പെഷ്യൽ ഒക്കേഷൻ. പിന്നെ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് ന്യൂ ഇയറും ക്രിസ്മസുമാണ്. അപ്പോൾ ന്യൂ ഇയറിനെയും ക്രിസ്മസിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഹോട്ടൽ ഇൻഡസ്ട്രി ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഒരു ഇവൻ്റാണ് കേക്ക് മിക്സിങ്. ഒരു ന്യൂ ഇയറിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് പറയും, ഈ ന്യൂ ഇയറിന് വേണ്ടി ആവശ്യമുള്ള കേക്കും മറ്റു സാധനങ്ങളും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് മിക്സിങ് ആദ്യം ചെയ്യുന്നത്. നിങ്ങളുടെ അറിവിലേക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന രീതിയിലാണ് ഈ കേക്ക് മിക്സിങ്ങിനെ നമ്മൾ ഫ്രൂട്ട് മിക്സ് ചെയ്യുന്നത് ആദ്യം. അപ്പോൾ അതിൻ്റെ കൂടുതൽ രീതിയിൽ നമ്മൾ ഷെഫ് കുറച്ചുകൂടെ ഡീറ്റെയിലായി പറഞ്ഞു തരും. എന്നാൽ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു
ഇമ്പോർട്ടൻസ് പറഞ്ഞതിൻ്റെ ഉള്ളൂ. പിന്നെ ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ ആദ്യം മുന്നോട്ട് വരിക, കുട്ടികളെല്ലാം ഒന്ന് ഗ്യാലറിയിൽ നിൽക്കുക, അതിൻ്റെ കൂടെ നമ്മുടെ ഗസ്റ്റും നമ്മുടെ സ്റ്റാഫും എല്ലാവർക്കും ആദ്യം കുട്ടികൾ ഫ്രണ്ടോട്ട് വന്നിട്ട് ഒരു റൗണ്ട് നിൽക്കുക, അവർക്ക് ആദ്യം അവസരം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാഫും മറ്റുള്ളവർക്ക് ഒന്ന് നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ എൻ്റെ പേര് അശോകാണ്. ഞാൻ ഹോട്ടൽ ഫ്രാഗ്രൻ നേച്ചർ കൊല്ലത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം നമ്മളിന്ന് കേക്ക് മിക്സിംഗ് ആണ് കണ്ടക്ട് ചെയ്തത്. കേക്ക് മിക്സിങ്ങിൽ എന്തൊക്കെയാണ് നമ്മൾ ഫ്രൂട്ട്സ് ഇടുന്നത്? പല ഹോട്ടലിലും പല പല ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ഇടും. അപ്പം ആവറേജ് കിട്ടുന്ന പോലെ അപ്പം നമുക്ക് മിനിമം നമ്മളൊരു 10-20ഓളം വെറൈറ്റീസ് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാൾനട്ടുണ്ട്, പിന്നെ വന്നിട്ട് പിസ്തയുണ്ട്, പിസ്ത നട്ടുണ്ട്, പിന്നെ കാഷ്യൂ നട്ടുണ്ട്, പിന്നെ വന്നിട്ട് നമ്മുടെ പ്ലം ഉണ്ട്, റേസിൻസ് ഉണ്ട്, പിന്നെ ബ്ലൂബെറി ഉണ്ട്, ബ്ലാക്ക്ബെറി ഉണ്ട്. ഡ്രൈ ആണ്, എല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട്. പിന്നെ കുറച്ച് ഡേറ്റ്സ് ഉണ്ട്, പിന്നെ വന്നിട്ട് ഫിഗ് ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് തരം ഡ്രൈ ഫ്രൂട്ട്സുകൾ നമ്മളിങ്ങനെ ചോപ്പ് ചെയ്യും. നമ്മൾ ഫൈനായിട്ട് നല്ലോണം ചോപ്പ് ചെയ്യും, വാങ്ങിച്ച് നല്ലോണം നമ്മളൊരു എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾമോസ്റ്റ് മോർ ദാൻ 100 കിലോ നമ്മളിവിടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലെല്ലാം കൂടെ മോർ ദാൻ 100 കിലോ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ വാങ്ങി അത് ക്ലീൻ ചെയ്ത് ഉണക്കി പിന്നെ അതിനെ ചോപ്പ് ചെയ്ത് പിന്നെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ നമ്മൾ എല്ലാവരും ഗ്യാതറിങ് ചെറിയൊരു പരിപാടി സംഘടിപ്പിച്ചു. അതിൽ കൊച്ചുകുട്ടികളാണ് നമ്മൾ എല്ലാ വർഷവും തന്നെ നമുക്ക് എല്ലാ കൊച്ചുകുട്ടികൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടണം, പിന്നെ അവർക്കൊരു ഫണ്ണാവണം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്തു. അത് ഭംഗിയായിട്ട് വന്ന് കൊച്ചുകുട്ടികളെല്ലാം എൻജോയ് ചെയ്തു. നമ്മുടെ കേക്ക് മിക്സിങ് നല്ലോണം വിജയകരമാക്കി. അപ്പം അതിൻ്റെ പിന്നെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വൈനും പിന്നെ ഫ്രൂട്ട്സ് മിക്സുമായിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് ചാറെല്ലാം ചേർത്ത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് അതിനെ നമ്മൾ മിനിമം വെച്ചിരിക്കുന്ന ഒരു 60 ഡേയ്സ് നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ വെച്ചിരിക്കും. അത് റൂം ടെമ്പറേച്ചറിൻ്റെ താഴെയാണ്, ഓവർ ഹീറ്റിലല്ല. നമ്മൾ നല്ലോണം സ്റ്റീൽ ബാരലാക്കിയിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് റാപ്പ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കും. അപ്പോൾ മിനിമം 60 ഡേയ്സ് ആണ് ഇതിൻ്റെ പ്രോസസ്സ് മിനിമം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഓരോ ദിവസങ്ങളോളം വയ്ക്കുന്തോറും ഈ ഫ്രൂട്ട്സ് നല്ലോണം മെൽറ്റായിട്ട് നമ്മുടെ നല്ലോണം അത് മെൽറ്റാവും. അപ്പോൾ പിന്നെ ആ ഫ്രൂട്ട്സ് എടുത്ത് നമ്മൾ പിന്നെ ഫ്ലോറും കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു റെസിപ്പി ഉണ്ട്. ആ റെസിപ്പി വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്യും. പിന്നെ എൻഡ് ഓഫ് ദ ഫൈനലിൽ അത് കേക്കായി മാറും. അതാണ് നമ്മൾ പ്ലം കേക്ക്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഇത് 16th സെഞ്ച്വറിയിലാണ് ഇത് പ്രോസസ് ചെയ്ത് ഇപ്പം കണ്ടുപിടിച്ചത്. ഇംഗ്ലണ്ടിലും യൂറോപ്യൻ കൺട്രീസിലാണ് ഫസ്റ്റ് വന്നത്. പിന്നെ അത് മോഡിഫൈ ചെയ്ത് വന്നപ്പോഴത്തേക്കും കേരളത്തിൽ എനിക്ക് മലബാർ കണ്ണൂർ ആ ഏരിയയിലാണ് എസർ ഇൻഫർമേഷനാണ്. അപ്പോൾ മലബാർ ഏരിയയിലാണ് രാജാക്കന്മാർ പണ്ട് ബ്രിട്ടീഷുകാരന്മാർ ഭരിച്ചിരുന്നല്ലോ. ആ സമയത്ത് അവർ അവിടെ നിന്ന് കൊണ്ടുവന്ന കേക്ക് കൂടി ഒരു ബേക്കറി ആളുടെ അടുത്ത്, പ്രത്യേകിച്ച് മലയാളിയാണ് ഇതിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മലയാളിയുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി കുറച്ചുകൂടെ പുള്ളിയുടെ എഫേർട്ട് ഇട്ടിട്ട് പുള്ളി അത് ചെയ്തപ്പം പുള്ളിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ബ്രിട്ടീഷുകാർക്ക് ഒരു ഫോറിനേഴ്സിന് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് തന്നെ നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അഭിമാനം തോന്നുന്നതെന്ന് പറഞ്ഞാൽ മലയാളീസ്, പ്രത്യേകിച്ച് മലയാളിയാണ് ഇതിന് ബാക്കിലുള്ളതെന്ന് പറയുമ്പോൾ ഭയങ്കര അഭിമാനമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെറിയൊരു എന്താ പറയുക ഹിസ്റ്ററി. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു.
I'm Vicky. I've been to the Christmas cake making with the local children here at Fragrant Nature. It's been absolutely amazing. It was so lovely to be invited. Thank you. The experience is so lovely. The people are happy. Making the cake was so different. It's really lovely. Thank you. And about your stay here? Oh, the hotel is lovely. The scenery, the rooms, everybody is really nice. Thank you. Thank you. അപ്പോൾ നമ്മുടെ കേക്ക് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു, കുട്ടികളെല്ലാം മടങ്ങി. ഇനിയിപ്പോൾ വെച്ചിരിക്കുന്ന ഷെഫ് പറഞ്ഞ പോലെ 60 ദിവസത്തെ പ്രോസസ്സിംഗ് ആണിത്. കൂടുതൽ നാൾ ഇരിക്കുന്നതോറും അതിൻ്റെ എഫക്റ്റ് കൂടും. അപ്പോൾ നമ്മളതിൻ്റെ ഇൻഗ്രീഡിയൻസ് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല എഫക്റ്റാണ്. വൈനിൻ്റെയും ഒക്കെ നല്ല ടേസ്റ്റാണ്. നല്ല മൂക്കിലൊക്കെ എരിച്ച് കയറുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റായിരുന്നു. അടിപൊളി കേക്കായിരിക്കും എന്ന് വിശ്വസിക്കുന്നതിൻ്റെ ഇവിടെ ഉണ്ടാക്കുന്ന മറ്റ് കേക്കുകളും നമ്മൾ ടേസ്റ്റ് ചെയ്തു. കൊള്ളാം, സൂപ്പർ കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ സ്റ്റേ ചെയ്യാനും മറ്റുമൊക്കെ സൗകര്യമുണ്ട്. എല്ലാവർക്കും ഇങ്ങോട്ട് വരാം. നല്ല ഡെസ്റ്റിനേഷനാണ്. നഗരഹൃദയത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് മനോഹരമായ ഒരു ഭൂപ്രദേശത്ത് കായലുകൾ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ ഫ്രാഗ്രന്റ് നേച്ചർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ക്രിസ്മസ് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.